ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1873. ഇന്ന് ഫെബ്രുവരി മാസം 15-ാം തീയതി, 46-ാമത്തെ ദിവസത്തിലെത്തി. എനിക്ക് നിങ്ങൾക്കുമൊക്കെ ഒരു ചെറിയ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ചെറിയ പ്രശ്നമല്ല, ഒരു വലിയ പ്രശ്നം. ആരാധനയ്ക്ക് പതിവായിട്ട് നമ്മൾ ശരീരം മാത്രമേ കൊണ്ടുവരാറുള്ളൂ, സമർപ്പിക്കാറുള്ളൂ, വെച്ചിട്ട് പോകാറുള്ളൂ എന്ന് കഴിഞ്ഞ പുലരിൽ കണ്ടതാണ്, കേട്ടതാണ്. നമ്മുടെ ഈ ചെറിയ വലിയ പ്രശ്നം അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ദൈവത്തിന് ഒരു ചെറിയ അസുഖമുണ്ടെന്ന് കണ്ടെത്തിയവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളെന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ദൈവത്തിന്റെ അതിശക്തരായ ഭക്തരും ശിഷ്യരുമായ നമ്മൾ ഓരോരുത്തരും. ദൈവത്തിന് സാരമായ ഒരു രോഗമുണ്ടെന്ന്, അസുഖമുണ്ടെന്ന് കണ്ടെത്തിയവരാണ്. എന്താണ് നമ്മൾ കണ്ടെത്തിയ ദൈവത്തിന്റെ അസുഖമെന്ന് അറിയാം? മറവിയുടെ രോഗമേ. ദൈവത്തിന് ഭയങ്കര സ്മൃതിനാശമാണ്, മറവി രോഗമുണ്ടത്രേ. അതുകൊണ്ട് ഈ മറവി രോഗം പിടിപെട്ട ദൈവത്തെ പലതും ഓർമ്മിപ്പിക്കുവാനുള്ള മാധ്യമമായി നമ്മുടെ കാലത്ത് ആരാധന തെറ്റിദ്ധരിക്കപ്പെട്ടു. നമ്മളങ്ങനെ വഴിതിരിച്ചു വിട്ടു കേട്ടോ. മറവി രോഗം പിടിച്ച ദൈവത്തെ കാര്യമായി ഓർപ്പിച്ചെടുക്കാനുള്ള നമ്മളുടെ മണ്ടൻ ശ്രമങ്ങളായി മാത്രം നമ്മുടെ പ്രാർത്ഥനയും ആരാധനയും ഈ നാളുകളിൽ മാറിയിട്ടുണ്ട്. അനുഗ്രഹങ്ങളെ പിടിച്ചു വാങ്ങുക എന്നുള്ളതാണ് ശൈലി. ചോദിച്ചു വാങ്ങണമെന്നും ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തി വാങ്ങണമെന്നൊക്കെയാണ് പറച്ചിൽ. ദൈവത്തെ വഴിയിൽ തടഞ്ഞു നിർത്തി എന്തൊക്കെയോ പിടിച്ചു വാങ്ങാനോ തട്ടിപ്പറിച്ചെടുക്കാനോ ശ്രമിക്കുന്നവരായി നമ്മൾ മാറുന്നു. ലേവ്യ പുസ്തകത്തിന്റെ 10-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ പറയുന്നുണ്ട്, ദൈവസന്നിധിയില് അശുദ്ധമായ അഗ്നി കൊണ്ട് ആരാധനയ്ക്കെത്തിയത്രേ. നമ്മളുടെ മനോഭാവത്തെ ഒന്നുകൂടി ഒന്ന് പരിശോധിക്കേണ്ടതും തിരുത്തേണ്ടതുമാണ്. ഒരുക്കമുള്ള മനസ്സുമായിട്ട് ബലിപീഠത്തിന്റെ ചാരത്ത് എത്തേണ്ടതാണ്. അനുഗ്രഹിക്കപ്പെടുമെന്നേ. അതിന് കഴിയാതെ ദേവാലയത്തിലേക്ക് നേർച്ചകാഴ്ചകളും സംഭാവനകളും കൊടുത്തുവിട്ട് തൃപ്തനാകുന്ന മനുഷ്യരായി, ഭക്തരായി നമ്മൾ മാറിപ്പോയില്ല. അവശേഷിക്കുന്ന ചോദ്യം ഒന്ന് മാത്രമേ ഉള്ളൂ: നീ എന്തേ ശുദ്ധീകരിക്കപ്പെട്ട മനസ്സുമായി വരാത്തത്? കൊണ്ടുവരേണ്ടത് കൊണ്ടുവരിക തന്നെ ചെയ്യണം കേട്ടോ. അവിടെയാണ് നമ്മൾ ഓരോരുത്തരും കാര്യമായി ഒന്ന് തിരുത്തേണ്ടത്, തിരിച്ച് വരേണ്ടതും ചിലതൊക്കെ ഒന്ന് തെരഞ്ഞെടുക്കേണ്ടതും. അതിന് ദൈവം നമ്മൾ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ, പാകപ്പെടുത്തട്ടെ. ആമേൻ.